അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സങ്കീർത്തന പുസ്തകം 34 അധ്യായത്തില് അതിൻ്റെ 5-ാം വചനത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അവങ്കിലേക്ക് നോക്കിയവരെല്ലാവരും പ്രകാശിതരായി. ഇത് സങ്കീർത്തകനായ ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതുന്നതെങ്കിലും ഇത് യേശു കർത്താവിനെ കുറിച്ചാണ് ഈ സങ്കീർത്തനം. ഇത് ആരെ നോക്കുന്നവരാണ് പ്രകാശിതരാകുന്നത്? കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അടികളേറ്റ കർത്താവായ യേശുവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. അവരാരും ലജ്ജിച്ചു പോയില്ല. ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിനാണ് നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറവുകളും നമുക്കുള്ളതെല്ലാം യേശു ഏറ്റെടുത്തത്. എന്നിട്ടോ അവനുള്ളതെല്ലാം നമുക്ക് തന്നു. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. അവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ഒന്ന്, നമ്മൾ അവനെ നോക്കണം. 2, അവനെ നോക്കുമ്പോൾ അവന്റെ തേജസ് നമ്മുടെ മേലേക്ക് വന്ന് നിറയും. ഞാൻ പറയാം, അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ അവനെ നോക്കാൻ തയ്യാറാകാതെ അവന്റെ നാമം പറയുന്നവരെ എല്ലാം കൊല്ലുവാനും തടവിലാക്കുവാനും അവർക്കെതിരെ അധികാരപത്രവുമായി ദമാസ്കസിലേക്ക് യാത്ര ചെയ്ത ശൗൽ എന്ന മനുഷ്യൻ യേശു കർത്താവ് അവന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ ആ വലിയ പ്രകാശം കണ്ട് അവന്റെ കണ്ണ് അന്ധമായി തീരാൻ ഇടവന്നെങ്കിൽ അവന്റെ കണ്ണിന് അന്ധത വരാൻ ഇടവരുത്തിയതും അവന്റെ ഉൾക്കണ്ണുകളെ തുറന്നിട്ട് വരാനിരിക്കുന്ന രക്ഷകനായ യേശുവിൻ്റെ ആത്മീയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇനി ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കും, കാരണം അവന്റെ പ്രകാശം അവനെ കണ്ടു, അവന്റെ പ്രകാശത്തിൽ ഞാൻ നിറഞ്ഞു. ഈ ഒരു അനുഭവം നമ്മൾ വേറെ ആരെ നോക്കിയാലും കിട്ടിയല്ല. കാശുള്ളവനെ നോക്കിയാൽ അവൻ അവന്റെ വഴിക്ക് പോകും. അധികാരമുള്ളവനെ നോക്കിയാൽ അവനും അവന്റെ വഴിക്ക് പോകും. പ്രിയമുള്ളവരെ, നമുക്ക് യേശുവിനെ നോക്കാവോ? യേശുവിനെ നോക്കിയാൽ അവൻ വിശ്വാസത്തിന്റെ നാഥനും പൂർത്തി വരുത്തിയവനുമായതുകൊണ്ട് അവനെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. സന്തോഷം കൊണ്ട് നമ്മൾ നിറയപ്പെടും. ഇങ്ങനെ ദൈവിക സന്തോഷത്തിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചതല്ലേ? വചനത്തിന്റെ ഒരു അറിവല്ല, വചനത്തിന്റെ ഒരു അഭിഷേകമാണ് നമ്മുടെ അകത്തേക്ക് വെളിപ്പെട്ടു വരേണ്ടത്. ഈ വചനം ഇരുതല വാളുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് തുളച്ചു കയറാൻ ഇടവരുന്നത്. നിങ്ങൾ എന്നെ നോക്കൂ, മറ്റാരെയും നോക്കരുത്. നിങ്ങൾ മറ്റാരുടെ മുമ്പിൽ കുമ്പിടരുത്. നിങ്ങൾ മറ്റാരുടെ മുമ്പിൽ നിലവിളിക്കരുത്. എന്നെ നോക്ക്, എന്നെ മാത്രം നോക്ക്. ഞാൻ ആ വിശ്വാസത്തിന്റെ നായകനാണ്. എന്നെ നോക്കിയവരാരും ലജ്ജിച്ചു പോയില്ലെന്നേ. അവരുടെ മുഖമൊന്നും കുനിഞ്ഞില്ലെന്നേ. അവർ ലജ്ജാവഹരായി മാറിയില്ലെന്നേ. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടെന്നേ. ഒന്ന് നോക്കാമോ? ഒന്ന് വിളിക്കാമോ? ഒന്ന് അവന്റെ കൂടെ ജീവിക്കാമോ? അവന്റെ സന്നിധിയിൽ ഒന്ന് നിൽക്കാമോ? കർത്താവേ എന്നൊന്ന് പറയാൻ നമ്മൾ തയ്യാറായെങ്കിൽ നമ്മുടെ കൂടെ കർത്താവുണ്ട്. അതുകൊണ്ട് ആ സങ്കീർത്തകൻ നമ്മളോട് ഇങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞ് പറയുകയാണ് 6-ാം വചനം, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. 2-ാമത്തെ വചനത്തിന്റെ വഴിയിലേക്ക് നമ്മൾ വന്നാൽ കർത്താവ് ഇങ്ങനെ പറയുന്നത്, ഈ എളിയവൻ നിലവിളിച്ചോ, അവിടെ കേട്ടിരിക്കും. നിലവിളിച്ചില്ലേ, കേൾക്കുകയില്ല. നമ്മൾ കർത്താവ് പറയും, അധരബലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. അതിനൊരു ഇടം കൊടുക്കരുത്. എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ഒരു വിളി. അവനെ നോക്കി
അവന്റെ ആത്മീയ പ്രകാശത്തിൽ നിറഞ്ഞ് ലജ്ജിതരാകാൻ സാധ്യതയുള്ള നമ്മളെ ലജ്ജിതരാകാതിരിക്കേണ്ടതിനും ഈ എളിയവനായ നമ്മുടെ നിലവിളിക്ക് ഉത്തരം തന്ന് നമ്മെ നിർത്താൻ കഴിയുന്ന കർത്താവിന്റെ കൂടെ ഇന്ന് നമുക്കൊന്ന് കടന്നുപോയാലോ? ഞാൻ പറയാം, ഈ വചനം നിങ്ങൾ ഏറ്റെടുത്ത് ആവർത്തിച്ച് ഈ സങ്കീർത്തന പുസ്തകം 34 അധ്യായത്തിന്റെ 5, 6 എന്ന് പറഞ്ഞേ. ഈ പറയുന്ന വചനം നമ്മുടെ ഉള്ളിൽ തീ കത്തൂന്നേ, ചൂട് പിടിക്കും അകം. ഇതിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരും. നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ, നല്ലൊരു പ്രഭാതം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ ഇന്നത്തെ ദിവസം നിന്റെ കൂടെ ആയിരിക്കാനും നിന്റെ വചനത്തിന്റെ ശക്തി അനുഭവിക്കാനും അങ്ങേ മാത്രം നോക്കുവാൻ അങ്ങയുടെ ആ സാന്നിധ്യത്തിന്റെ കൂടെ ജീവിക്കാൻ കൃപ തരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.